السلام عليكم ورحمة الله وبركاته نحمده ونصلي على رسوله النبي الكريم أما بعد സഹോദരങ്ങളെ, സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ അവന്റെ പ്രത്യേക കരുണാകടാക്ഷം കൊണ്ട് ഉന്നതമായ ഫിർദൗസുൽ അഅല എന്ന സ്വർഗരാജ്യത്തിൽ പൂർവസൂരികളായ വിശ്വാസി സമൂഹത്തിനൊപ്പം സന്ധിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ആദർശ ബന്ധുക്കൾ, നേതാക്കന്മാർ, ഗുരുനാഥന്മാർ, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ദഅവത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും അല്ലാഹു ഉത്തമമായ പ്രതിഫലം നൽകി സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് നമ്മൾ ദീനിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വേദിയിൽ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. ബലിപെരുന്നാളും അതിൻ്റെ കർമ്മങ്ങളും വിധിയും വിലക്കുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് പരിമിതമായ സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ചരിത്രത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മൾ ഒന്ന് പുനഃപരിശോധിക്കുമ്പോൾ ഏകദേശം 5000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഖലീലും ഹബീബുമായിരുന്ന നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് മാനവരാശിയെ ഹജ്ജിനു വേണ്ടി ആഹ്വാനം ചെയ്തു, ക്ഷണിച്ചു. ആ ദഅവത്ത് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ, എന്റെയും നിങ്ങളുടെയും ഉറ്റവരും ഉടയവരുമായ ബന്ധുമിത്രാദികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാനാതരത്തിലുള്ള വാഹനങ്ങളിൽ കയറി പരിശുദ്ധ മക്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര തിരിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. അല്ലാഹു അവരുടെയും നമ്മുടെയും സൽക്കർമ്മങ്ങൾ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ശാന്തി സമാധാനത്തോടുകൂടി ഹജ്ജും ഉംറയും നിർവഹിച്ച് പാപമോചിതരായി സമാധാനത്തോടുകൂടി അവരുടെ ഗേഹങ്ങളിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു അവരെയും നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കറിയാം, ലോകത്ത് എല്ലാ സമൂഹങ്ങൾക്കും ആഘോഷങ്ങളുണ്ട്. ജാതി, മത, വർഗ, വർണ്ണ ഭേദമന്യേ എല്ലാ സമൂഹത്തിനും ആഘോഷങ്ങളുണ്ട്. അത് ക്രൈസ്തവർക്കാണെങ്കിലും ജൂതന്മാർക്കാണെങ്കിലും മജൂസികൾക്കാണെങ്കിലും അതിൽ നിന്നും പിന്നീടും ഉരുത്തിരിഞ്ഞ ഹിന്ദുമത വിശ്വാസികൾക്കാണെങ്കിലും അവരുടെ സാമൂഹിക ജീവിതം ചില പ്രത്യേക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഇത് മതമുള്ളവരുടെ വിഷയം ആണ് എങ്കിൽ മതമില്ലാത്തവർക്കും ആഘോഷങ്ങളുണ്ട്. നിയമം മൂലം പോലീസിനെയും പട്ടാളത്തിനെയും ഉപയോഗിച്ച് മതവിശ്വാസികളെ അടിച്ചമർത്തിയിരുന്ന രാഷ്ട്രങ്ങളിൽ പോലും ആ രാഷ്ട്രത്തിൻ്റെതായ ചില പ്രത്യേക ആഘോഷങ്ങൾ, ചില പ്രത്യേക ആചാരങ്ങൾ വർഷത്തിൽ ചില പ്രത്യേക മാസങ്ങളിൽ നടക്കാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ സാമൂഹിക ജീവിതവുമായി ആഘോഷങ്ങൾ എന്നും എപ്പോഴും എവിടെയും ബന്ധപ്പെട്ടിരിക്കുന്നു. ആഘോഷങ്ങൾ ഇല്ലാത്ത ഒറ്റ സമൂഹവുമില്ല. നമുക്കറിയാം, അടുത്ത സമയത്താണ് ഓണ ആഘോഷം നാം കണ്ടത്. ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ചരിത്രപരമായി ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ തന്നെ കൃത്യമായ ഒരു അഭിപ്രായ രൂപീകരണത്തിന് സാധിക്കാത്ത വിഷയമാണ് ഓണാഘോഷം എന്നുള്ളത് ഒരു വസ്തുതയാണ്.
ഹിന്ദു മതവിശ്വാസികളിൽ എത്ര ശതമാനം ആളുകളാണ് ഓണാഘോഷത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിനെ അംഗീകരിക്കുന്നത്? അതുപോലെ തന്നെയാണ് ക്രിസ്തുമസ് ആഘോഷവും ചരിത്രപരമായോ വസ്തുതാപരമായോ യാതൊരു തെളിവുകൾ കൊണ്ടും നിലനിൽക്കാത്ത ആഘോഷ പശ്ചാത്തലങ്ങളാണ് ക്രിസ്തുമസിന്റെ പിന്നാമ്പുറങ്ങളിൽ ഉള്ളത്. ക്രൈസ്തവ ചരിത്ര പണ്ഡിതന്മാർ തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, യഥാർത്ഥത്തിൽ ഈസബിന് മറിയം ജനിച്ചു എന്ന് പറയപ്പെടുന്ന ഡിസംബർ 25 ഈസബിന് മറിയമിന്റെ അലൈഹിസ്സലാത്തു വസ്സലാം ജന്മത്തിന് യാതൊരു ബന്ധവുമില്ല എന്നും കാലാവസ്ഥാപരമായി ചില പരാമർശങ്ങൾ തട്ടിച്ചു നോക്കുമ്പോൾ ഒരിക്കലും വസ്തുതകൾക്ക് നിരക്കാത്തതാണ് ക്രിസ്തുമസ് ആഘോഷമെന്ന് ക്രൈസ്തവ പണ്ഡിതന്മാരും അതിന്റെ ചരിത്ര നിരൂപകന്മാരും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വളരെ താഴേക്കിടയിലുള്ള ഹിന്ദുമത വിശ്വാസികളിൽ തന്നെയുള്ള ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് അവർക്കിടയിലുള്ള കാസ്റ്റ് സിസ്റ്റം അനുസരിച്ചിട്ട് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ചരിത്ര പശ്ചാത്തലമല്ല യഥാർത്ഥത്തിൽ ഓണാഘോഷത്തിനുള്ളത്. പക്ഷേ ഞാനിപ്പോൾ സംസാരിച്ചത് ക്രിസ്തുമതവും ക്രിസ്ത്യാനികളുടെ വിശ്വാസവും അതുപോലെ തന്നെ ഹിന്ദുക്കളിൽ ഒരു വിഭാഗം ആഘോഷിക്കുന്ന ഒരു പ്രാദേശിക ആഘോഷമായ ഓണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ ഇന്നത്തെ നിലവിലെ സാഹചര്യത്തിൽ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ വളരെ ഖേദകരമാണ്. വാർത്താ മാധ്യമങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങൾ വളരെ വ്യാപകമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളായ നമ്മുടെ സഹോദരങ്ങളുടെ ഫേസ്ബുക്ക് പേജുകളും ട്വിറ്ററും ഒക്കെ പരിശോധിച്ചാൽ അത്തപ്പൂക്കളവുമായി ഓണാഘോഷത്തിന് മറ്റ് അതിൻ്റെ ആ മതസ്ഥന് പോലും ഇല്ലാത്ത താല്പര്യത്തിൽ പുതിയ ഓണക്കോടിയും കൊടുത്ത് ചെറിയ കുട്ടികളെ ആ വസ്ത്രവും അണിയിച്ച് അതുപോലെ തന്നെ വലിയ വലിയ ബിസിനസ് കോംപ്ലക്സുകളിൽ സ്വകാര്യ ആശുപത്രികളിൽ അത്തപ്പൂക്കളവും ഒരുക്കി അങ്ങനെ മാവേലി മുത്തപ്പനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആ കോടിയും ധരിച്ചുകൊണ്ട് പ്രത്യേക സാരിയും ഒക്കെ ചുറ്റി ഗൾഫ് രാജ്യങ്ങളിൽ പോലും നമ്മുടെ മുസ്ലിം സഹോദരന്മാരും കാത്തു നിൽക്കുന്ന ദയനീയമായ അവസ്ഥ. അതുപോലെ തന്നെ പലയിടത്തും മാവേലിയായിട്ട് വേഷം കെട്ടുന്നത് തന്നെ എൻ്റെ അറിവിൽ ഞാൻ കണ്ടെടുത്തോളം മുസ്ലിം സഹോദരങ്ങളാണ്. കാരണം മുസ്ലിമീങ്ങൾക്കാണ് അത്ര മാവേലിയെ പോലെ അത്യാവശ്യം നല്ല ശരീരവും കുടകളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളാണ് മാവേലിയായിട്ട് പലയിടത്തും വേഷം കെട്ടിയിരിക്കുന്നത്. വളരെ പരിതാപകരമായ അവസ്ഥയാണ് സഹോദരന്മാരിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർവ്വകാല സമൂഹത്തിന്റെ അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം മടങ്ങിപ്പോകുന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ താക്കീത് നൽകിയിട്ടുണ്ട്. എന്താ? മുൻകാല സമൂഹത്തിലെ അവിശ്വാസികളായ ആളുകൾ ഒരു മാളത്തിൽ പോയി കയറിയാൽ ഉടുമ്പും എലിയും കയറിപ്പോകുന്ന ഒരു മാളത്തിലേക്ക് അവർ കയറിപ്പോയിട്ടുണ്ട് എങ്കിൽ എൻ്റെ ഉമ്മത്ത് കൃത്യമായി അവിടെയും കയറിപ്പറ്റുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എത്രത്തോളം അവര് ഒരു എലിയുടെ കോലത്തിലോ ഒരു ഉടുമ്പിന്റെ മാളത്തിലോ കയറിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ സമുദായം അവർക്ക് പിന്നാലെ അതേ പണി തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ മുന്നറിയിപ്പ് നൽകിയ, താക്കീത് നൽകിയ പരിതാപകരമായ അവസ്ഥകളാണ് നമ്മുടെ കൺമുമ്പിലുള്ളത്. അപ്പൊ നമ്മളെന്താ വേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വാഇഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. അലൈക്കും സലാം. എൻ്റെ ഈ സമുദായത്തിൽ ഒരു വിഭാഗം എന്നും സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരുണ്ടായിരിക്കും. അലൈക്കും സലാം. എല്ലാവരും ഈ ആഘോഷത്തിന് അടിസ്ഥാനരഹിതമായ, ചരിത്രപരമായി യാതൊരു പിന്തുണയുമില്ലാത്ത, വസ്തുതകൾക്ക് നിരക്കാത്ത ഈ ആഘോഷത്തിന്റെ പിന്നാലെ പോകുമെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് ഒരു ത്വാഇഫത്ത്, ഒരു വിഭാഗം എന്നും സത്യത്തിന്റെ പിന്നിലുണ്ടായിരിക്കും. അവര് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ അബദ്ധങ്ങളെ സംബന്ധിച്ച്, ഈ ചരിത്രപരമായി യാതൊരു പിൻബലവുമില്ലാത്ത അല്ലെങ്കിൽ വിശ്വാസപരമായി യാതൊരു കാരണവശാലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ അബദ്ധങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സഹോദരങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ
മദീനയിലുണ്ടായിരുന്ന സമൂഹം ചില പ്രത്യേക ആഘോഷങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. മദീനയിൽ ഉണ്ടായിരുന്നവർ ചില പ്രത്യേക ആഘോഷങ്ങളിൽ ഏർപ്പെടുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്താണ് ഈ കാണുന്നത്? പറഞ്ഞു, ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ മുൻഗാമികളുടെ കാലം മുതൽ ആഘോഷിച്ചു വരുന്ന ചില പ്രത്യേക പരിപാടികളാണ്. വർഷത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ ഞങ്ങൾ ചില ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ യൗമൽ അദ്ഹ വയൗമൽ ഫിത്ർ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. എന്താ നബി പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് വരുമ്പോൾ മദീനയിലെ ജനങ്ങൾ ചില പ്രത്യേക ദിവസത്തിൽ ഇങ്ങനെ ചാടുകയും ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്നു. ഇത് കണ്ടിട്ട് നബി ചോദിച്ചു, എന്താ ഇത്? പറഞ്ഞ ചില പ്രത്യേക ദിവസങ്ങളിൽ ഞങ്ങൾ ചില പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ. അല്ലാഹു തആല ഇതിനേക്കാൾ ഖൈറായതിനെ നിങ്ങൾക്ക് പകരം നൽകിയിരിക്കുന്നു. അല്ലാഹു തആല നിങ്ങൾ ഈ കാണിക്കുന്നതിനേക്കാളും ഖൈറായതിനെ നിങ്ങൾക്ക് പകരം നൽകിയിരിക്കുന്നു. അതേതൊക്കെയാ? അത് യൗമുൽ അദ്ഹ വ യൗമുൽ ഫിത്ർ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഖൈറായ ഒന്നിനെ പകരം നൽകിയിട്ടുണ്ട് എങ്കിൽ അതിനേക്കാളും ഖൈറായ ഒന്നിനെ അന്വേഷിച്ചു പോകുക എന്ന് പറയുന്നത്, അങ്ങനെ പോകുന്നവൻ വിഡ്ഢിയാണ്. അവന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടോ ഇബ്രാഹിം നബിയുടെ മില്ലത്തുമായിട്ട് യാതൊരു കൂറുമില്ലാത്തവനാണ്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യത്തിൽ ഇതിലാണ് ഖൈർ എന്ന് പറഞ്ഞ് നമുക്കൊരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നീട് നമ്മൾ കസൂർസാരി വിൽക്കുന്ന കട അന്വേഷിച്ചു പോകേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ മാവേലിക്ക് പിടിക്കാനുള്ള പണം കൂടെ അന്വേഷിച്ചു പോകേണ്ടുന്ന കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദല എന്നാ പറഞ്ഞത്. അബ്ദല എന്ന് പറഞ്ഞാൽ ബദലാക്കി, ഒന്നിന് പകരമായി ഒന്നെടുത്തിട്ട് പകരം ഒന്ന് അവിടെ വെച്ചു. ഒരുപാട് ആഘോഷങ്ങളും പരിപാടികളും വാദ്യമേളങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ നിന്നും അതെല്ലാം നീക്കം ചെയ്തിട്ട് 2 പെരുന്നാൾ ആഘോഷത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകരം നൽകി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന് യൗമുൽ അദ്ഹ, മറ്റേത് യൗമുൽ ഫിത്ർ. അപ്പോൾ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളുമാണ് ആഘോഷത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകരം നൽകിയത്. ഇതല്ലാതെയുള്ള എല്ലാ ആഘോഷങ്ങളും ജാഹിലിയ്യത്തിന്റെ ആഘോഷങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഈ പെരുന്നാൾ ആഘോഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുന്നത് പുണ്യമാണ് എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. റമദാൻ മാസത്തിലെ വ്രതം നമുക്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ നോമ്പ് പിടിച്ചു. വ്യാഴാഴ്ച ദിവസം, തിങ്കളാഴ്ച ദിവസം, മുഹറം മാസത്തിൽ, അതുപോലെ തന്നെ അറഫയുടെ ദിവസത്തിൽ, അതുപോലെ തന്നെ മാസത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ, ഇത്തരം ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്രതം അനുഷ്ഠിക്കൽ പുണ്യമാണ് എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പെരുന്നാൾ ദിവസത്തിൽ നോമ്പ് പിടിക്കാൻ പാടില്ല എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. ഈദിന്റെ ദിവസങ്ങളിൽ യാതൊരു കാരണവശാലും നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നഹാ അൻ സിയാമി യൗമൈനി യൗമൽ ഫിത്രി വ യൗമൽ നഹർ. യൗമുൽ നഹറിലും യൗമുൽ ഫിത്റിലും, ചെറിയ പെരുന്നാളിന്റെ ദിവസത്തിലും വലിയ പെരുന്നാളിന്റെ ദിവസത്തിലും നോമ്പ് പിടിക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങളുടെ പൂർത്തീകരണമാണ് നമുക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനുമുള്ള 2 ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഒരിക്കലും ആ ദിവസങ്ങളിൽ വ്രതം പോലും അനുഷ്ഠിക്കാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അത്രത്തോളം പ്രത്യേകതകൾ ഉള്ള 2 ദിവസങ്ങളാണ്, ഒന്ന് ചെറിയ പെരുന്നാളും മറ്റൊന്ന് വലിയ പെരുന്നാളും. മാത്രമല്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് എടുത്തു പറയുക കൂടി ചെയ്തിട്ടുണ്ട്. എന്ത്? ഇന്ന ലികുല്ലി ഖൗമിൻ ഈദുൻ വഹാദാ ഈദുനാ. എല്ലാ ലോകത്ത് കഴിഞ്ഞുപോയ അല്ലെങ്കിൽ നിലവിലുള്ള എല്ലാ സമൂഹത്തിനും ആഘോഷങ്ങളുണ്ട്, അവരുടേതായ പ്രത്യേക പരിപാടികളുണ്ട്. പക്ഷേ വഹാദാ ഈദുനാ, ഇത് നമ്മുടെ ഈദാണ്, നമ്മുടെ ആഘോഷമാണ്. എല്ലാ വർഷവും ഈദ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ വർഷവും ആവർത്തിച്ചു വരുന്നത് അതിൻ്റെ അർത്ഥം. ആദ എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക, ആദ യഊദു മടങ്ങി വന്നു, മടങ്ങി വരുന്നത് എന്ന അർത്ഥത്തിലാണ് എല്ലാ വർഷവും ഉണ്ടാകുന്നത്. ഈ വർഷം ഉണ്ടായാൽ അടുത്ത വർഷം ഉണ്ടാകുന്നില്ല എന്നല്ല പറഞ്ഞത്, എല്ലാ വർഷവും ഉണ്ടാകുന്നത്, കൃത്യമായി മടങ്ങി വരുന്നത് എന്നാണ് ഈദ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസങ്ങളിൽ പാലിക്കേണ്ടുന്നതായ ചില പ്രത്യേക മര്യാദകൾ നമ്മെ പഠിപ്പിച്ചു. അതിൽപ്പെട്ടതാണ് ഈദിന്റെ പേരിൽ പെരുന്നാൾ ദിവസങ്ങളിലുള്ള നമസ്കാരം. അപ്പൊ വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള അതിന്റെ വിധിവിലക്കുകൾ? അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിധിയാണ് പെരുന്നാളിന്റെ നമസ്കാരം. പണ്ഡിതന്മാരുടെ ചില ആളുകളുടെ ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ വീക്ഷണം അനുസരിച്ചിട്ട് പെരുന്നാൾ നമസ്കാരം അത് വാജിബാണ്. എത്രത്തോളം? ഹനഫി വീക്ഷണത്തിലുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ചും ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം അനുസരിച്ചിട്ടും വിശ്വാസികൾ കഴിയുന്നത്ര ഒഴിവാക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള നിർബന്ധ കാര്യമാണ് പെരുന്നാൾ നമസ്കാരം. എന്നിട്ട് എന്താ അതിന് അവർ കാരണം പറഞ്ഞത്? ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാമദ അലൈഹാ വലം യത്രുക്ഹാ മറത്തൻ വാഹിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നമസ്കരിക്കുന്ന വിഷയത്തിൽ മുവാമിബായിരുന്നു. നബി അതിൽ ഒരിക്കലും വീഴ്ച വരുത്തിയിട്ടില്ല. വലാ മറത്തൻ വാഹിദ, പെരുന്നാൾ നമസ്കാരം ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ഉപേക്ഷിച്ചിട്ടില്ല. ആ അർത്ഥത്തിൽ നിർബന്ധമായും ചെയ്യേണ്ടുന്ന വാജിബിന്റെ ഗണത്തിൽപ്പെട്ടതാണ് പെരുന്നാൾ നമസ്കാരമെന്ന് ഹനഫി വീക്ഷണത്തിലുള്ള പണ്ഡിതന്മാരും അതേ വീക്ഷണം തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും തെളിവായി ഉദ്ധരിക്കുന്നു. മാത്രമല്ല അവർ തെളിവായി പറയുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കൗസറിൽ ഫസല്ലി ലിറബ്ബിക വൻഹർ, അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും അല്ലാഹുവിന് വേണ്ടി ബലി അർപ്പിക്കുകയും ചെയ്യണം എന്ന ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇത് തെളിവായി ഉദ്ധരിക്കുന്നത്. മാത്രമല്ല പണ്ഡിതന്മാർ തെളിവനുസരിച്ച് വിശദീകരിച്ചിട്ട് തുടർന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീടിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടുന്ന ലജ്ജാവതികളായ സ്ത്രീകളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടു പെരുന്നാൾ ദിവസത്തിൽ ഈദിന്റെ മുസല്ലയിലേക്ക് പോകുവാൻ. മാത്രമല്ല പ്രത്യേകിച്ച് ജിൽബാബുകൾ ഇല്ലാത്ത, പ്രത്യേകിച്ച് മക്കനെയും അതുപോലെ തന്നെ വസ്ത്രങ്ങളുമില്ലാത്ത സ്ത്രീകൾ തന്റെ സഹോദരിയിൽ നിന്നും ഒന്ന് കടം വാങ്ങിക്കൊണ്ട് ഈദ് മുസല്ലയിലേക്ക് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചപ്പോൾ അത് നിർബന്ധ സാഹചര്യത്തിലുള്ള വുജൂബിന്റെ മാനയിലുള്ള കൽപ്പനയാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയങ്ങളിൽ തെളിവായി ഉദ്ധരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് അത് മുഅക്കദായ സുന്നത്താണ്. അത് ആ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് മാലിക്കി വീക്ഷണക്കാരും അതുപോലെ തന്നെ ശാഫിഈ പണ്ഡിതന്മാരുമാണ്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാത്തതും അതുപോലെ തന്നെ അശുദ്ധിയുള്ള സ്ത്രീകളോട് പോലും ഈദ്ഗാഹിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടതുമാണ് പെരുന്നാൾ ദിവസത്തെ നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ നമസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് അത് വുജൂബിന്റെ ഗണത്തിൽ പെടുന്നു എന്ന അഭിപ്രായത്തിനാണ് പണ്ഡിതന്മാർ കൂടുതൽ പ്രസക്തി നൽകിയിട്ടുള്ളത്. അതാണ് പെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിധി നമുക്ക് മനസ്സിലാക്കാറുള്ളത്. പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ കുളിച്ചിട്ട് പെരുന്നാൾ മുസല്ലയിലേക്ക് പോകുക എന്നുള്ളതും പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വാരിദായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ട സുന്നത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കാന യഗ്തസിലു യൗമൽ ഫിത്രി, ഫിത്റിന്റെ ചെറിയ പെരുന്നാളിന്റെ ദിവസത്തിൽ
പ്രഭാതത്തിൽ വളരെ നേരത്തെ തന്നെ ഈദ് മുസല്ലയിലേക്ക് പോകുന്ന സ്വഭാവക്കാരനായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മാത്രമല്ല അദ്ദേഹം വളരെ നേരത്തെ തന്നെ കുളിച്ച് തയ്യാറായിട്ടാണ് ഈദ് മുസല്ലയിലേക്ക് പോകുമായിരുന്നത് എന്ന് ഇമാം മാലിക് തന്റെ കിതാബുൽ മുവത്തയിൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് രേഖപ്പെടുത്തുന്നു. ചെറിയ പെരുന്നാളിന്റെ കുളിയെ സംബന്ധിച്ച് എടുത്തു പറയുമ്പോൾ ഇത് വലിയ പെരുന്നാളിനും ഈ വിഷയം തന്നെ ബാധകമാണ്. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തെ സുന്നത്തുകളെ എണ്ണി പറഞ്ഞപ്പോൾ സഈദ് ബിൻ ജുബൈറിനെ പോലെയുള്ള താബിഈങ്ങളും അതുപോലെ തന്നെ താബിഈങ്ങളുമായ പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ് പെരുന്നാൾ ദിവസത്തിൽ വളരെ പ്രസക്തമായ നബിചര്യകൾ. 1, ഈദ് മുസല്ലയിലേക്ക് നടന്നു പോകൽ. 2, പെരുന്നാളിന് വേണ്ടി നേരത്തെ തന്നെ കുളിച്ച് തയ്യാറായി പോകൽ. അതുപോലെ തന്നെ ചെറിയ പെരുന്നാളിന്റെ ദിവസത്തിൽ എന്തെങ്കിലും ഒന്ന് ഭക്ഷിച്ചിട്ട് പോകലും വലിയ പെരുന്നാളിന്റെ ദിവസത്തിൽ ഭക്ഷിക്കാതെ പോകലും. 3 കാര്യങ്ങളാണ് താബിഈങ്ങളായ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ളത്. നേരത്തെ കുളിച്ച് തയ്യാറാകൽ, അതുപോലെ തന്നെ ഒരു വഴിയിലൂടെ നടന്നുപോയി മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരൽ. അതുപോലെ തന്നെയാണ് ചെറിയ പെരുന്നാളിന്റെ ദിവസത്തിൽ മുസല്ലയിലേക്ക് പോകുന്നവർ എന്തെങ്കിലും ഒന്ന് ഭക്ഷിച്ചിട്ട് പോകുക, കാരക്ക അല്ലെങ്കിൽ അല്പം വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോവുക. വലിയ പെരുന്നാളിന് തിരിച്ചു വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പൊ ഈ 3 കാര്യം അവർ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയും പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു വഴിയിലൂടെ പോയിട്ട് അത് മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരണം എന്ന് പറഞ്ഞതിന്റെ കാരണം? ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം. കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന യൗമു ഈദ് ഖാലഫ ത്വരീഖ്. പെരുന്നാൾ ദിവസമായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരുന്ന സ്വഭാവക്കാരനായിരുന്നു. ഈ ഹദീസിൽ ബുഖാരിയിൽ 986 നമ്പറായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിവസത്തിൽ ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരുമായിരുന്നു. എന്താണ് ഇതിന് കാരണങ്ങൾ പറയുന്നത്? ലിയഷ്ഹദ ലഹു ത്വരീഖാനി ഇൻദല്ലാഹി യൗമൽ ഖിയാമ. ഒന്നാമത്തെ അഭിപ്രായം, ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഈ യാത്രയെ സംബന്ധിച്ച് ഭൂമി, നമ്മൾ സഞ്ചരിക്കുന്ന ഭൂമി അള്ളാഹുവിനോട് സാക്ഷി പറയുന്ന ദിവസത്തിൽ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന സാഹചര്യമുണ്ട്. കാരണം ഖൈറിനെയും ഷർറിനെയും സംബന്ധിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കുന്നതായി നമ്മൾ കാണാത്ത, ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എല്ലാം സംസാരിക്കുന്ന ദിവസത്തിൽ ഈ ഭൂമി നമുക്ക് അനുകൂലമായി സംസാരിക്കും. അതുപോലെ തന്നെ ഒരു വഴിയിലൂടെ പെരുന്നാൾ മുസല്ലയിലേക്ക് പോയി മറ്റൊരു വഴിയിലൂടെ മടങ്ങി വരുമ്പോൾ ഇന്ന് പെരുന്നാളാണ് എന്ന ആ ഒരു പ്രത്യേകത ഇസ്ലാമിന്റെ ഷിആറാണ്, പ്രത്യേകിച്ച് എടുത്തു പറയപ്പെടുന്ന അടയാളമാണ്. ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടുന്ന അടയാളങ്ങളിൽപ്പെട്ടതാണ് പെരുന്നാൾ. ആ ഒരു ഷിആറിനെ പെരുന്നാളിന്റെ ദിവസമാണ് എന്ന് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തി എന്നുള്ള ഒരു പുണ്യവും അതിലൂടെ നേടാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ദിക്റുല്ലാഹി, ഇദ്ഹാർ ദിക്റുല്ലാഹ്. പെരുന്നാളിന് ഈദ് മുസല്ലയിലേക്ക് പോകേണ്ടത് എങ്ങനെയാ? തക്ബീർ മുഴക്കിക്കൊണ്ടാണ് പോകേണ്ടത്. തക്ബീർ, പുരുഷന്മാർ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലുകയും ബാക്കിയുള്ളവരെ കൂടി ആ തക്ബീർ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈദ് മുസല്ലയിലേക്ക് പോകേണ്ടത്. അങ്ങനെ ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരുമ്പോൾ ആ പെരുന്നാളിന്റെ തക്ബീർ പോയതും വരുന്നതുമായ വഴിയിലുള്ള ആളുകളെ അതിലൂടെ ഓർമ്മപ്പെടുത്താൻ സാധിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ ഇഹാദത്തുൽ മുനാഫിഖീന വൽ യഹൂദ്, യഹൂദികളും കപടവിശ്വാസികളുമായ മുനാഫിഖീങ്ങളെ ഒന്ന് വിരട്ടുക, വിരളി പിടിപ്പിക്കുക എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. മുസ്ലിമീങ്ങൾ സംഘമായി ഈദ് മുസല്ലയിലേക്ക് പോകുന്ന തക്ബീർ മുഴക്കിക്കൊണ്ട്
അതുപോലെ തന്നെ സംഘമായി മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരികയും ചെയ്യുമ്പോൾ പള്ളിയിൽ പോകാത്ത കപടവിശ്വാസികളും ഇസ്ലാമിനോട് വിശ്വാസികളെ സംബന്ധിച്ച് ക്രൂരമായ മനോഭാവം വെച്ചു പുലർത്തുകയും ചെയ്യുന്ന ആളുകളെ മുസ്ലിമീങ്ങളുടെ ആ സംഘടിത ശക്തി ഒന്ന് ബോധ്യപ്പെടുത്തുകയും ആ പ്രത്യേകത അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യുക എന്ന ഒരു പ്രത്യേകത കൂടി ഇതിലുണ്ട് എന്ന് ഈ ഹദീസ് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു പ്രത്യേകതയുള്ളത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനധർമ്മങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഒരു സന്ദർഭമാണ് ഏത്? പെരുന്നാൾ നമസ്കാരത്തിന്റെ ദിവസം. പെരുന്നാൾ നമസ്കാരത്തിന്റെ ദിവസം പ്രത്യേകിച്ച് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ ഭാഗത്തേക്ക് ചെന്നിട്ട് അവരോട് പറഞ്ഞു, തസദ്ദഖ്ന, നിങ്ങൾ കൂടുതലായി ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുക. ദാനധർമ്മങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി സ്ത്രീ സമൂഹത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിച്ച സന്ദർഭവും ആ വിഷയം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സാധുക്കളായ ആളുകളെ പെരുന്നാൾ മുസല്ലയിലേക്ക് ഒരു വഴിയിലൂടെ പോകുമ്പോൾ ആ വഴിയിൽ സാധുക്കളുണ്ട്, ആവശ്യക്കാരുണ്ട് എങ്കിൽ അവരെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മടങ്ങി വരുന്ന വഴിയിലാണ് സാധുക്കൾ ഉള്ളത് എങ്കിൽ അവരെയും നമുക്ക് സഹായിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ യസൂറു അഖാരിബഹു വലിയസിൽ റഹ്മഹു, തന്റെ ഉറ്റവരും ഉടയവരുമായ ബന്ധുക്കളെ ഒരു വഴിയിലൂടെ പോകുമ്പോൾ അവിടെ കാണാൻ സാധിക്കും. മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരുമ്പോൾ ആ വഴിയിലുള്ള ബന്ധുക്കളെയും ഉറ്റവരും ഉടയവരുമായ ആളുകളെ കണ്ട് ബന്ധമൊക്കെ പുതുക്കി സലാം പറഞ്ഞ് മടങ്ങി വരാൻ സാധിക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഇതിലുണ്ട് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസുമൊക്കെ ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരിക എന്ന് പറഞ്ഞ ആ വിഷയത്തിൽ ഒരുപാട് ഹിക്മത്തുകളുണ്ട്. അതിന്റെ ഹിക്മത്തുകൾ കൂടുതൽ വിഷയങ്ങൾ അല്ലാഹു തആല അഅലം, അല്ലാഹുവിനാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത്. അതുപോലെ തന്നെയാണ് പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തക്ബീർ. പെരുന്നാൾ ദിവസത്തിൽ മുസല്ലയിലേക്ക് പോകുമ്പോൾ തക്ബീർ മുഴക്കിക്കൊണ്ട് പോകുക എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് നമ്മുടെ സഹോദരങ്ങളെ നാം ഓർമ്മപ്പെടുത്തേണ്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവും സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവും അങ്ങാടികളിൽ, പള്ളികളിൽ, അതുപോലെ തന്നെ ആളുകൾ ഒത്തുകൂടുന്നിടത്തൊക്കെ ചെന്നിട്ട് അവർ കേൾക്കെ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലുമായിരുന്നു. എന്തിനു വേണ്ടി? പെരുന്നാളിന്റെ ദിവസത്തിൽ തക്ബീർ ചൊല്ലുന്നതിന്റെ പുണ്യം അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി. ഇത് കേട്ടിട്ട് അവർ കൂടി തക്ബീർ ചെല്ലുന്ന സാഹചര്യം ഉണ്ടാകും. അല്ലാതെ കൂട്ടത്തോടു കൂടി തക്ബീർ ചെല്ലുക എന്നുള്ളതല്ല, തക്ബീറിന്റെ പുണ്യം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാലത്ത് മയ്യത്ത് ഖബറടക്കുന്ന സമയത്ത് തസ്ബീഹ് ചെല്ലുക എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല. മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാക്ക അൽ ഫാത്തിഹ എന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടി ഫാത്തിഹ ഓതി ഖബറടക്കുന്നവരെ വരെ യാസീനും. പക്ഷേ ജനങ്ങൾ ബോധവാന്മാരായി കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് വന്നിട്ട് ഈ യാസീന്റെയും ഫാത്തിഹയുടെയൊക്കെ സ്ഥാനത്ത് എന്ത് സ്ഥാപിച്ചു? തസ്ബീഹിനെ സ്ഥാപിച്ചു. മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി ഖബറടക്കി തിരിയുന്ന സമയം വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നമ്മുടെ സഹോദരൻ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ തസ്ബീഹിന് വേണ്ടി പ്രാർത്ഥിക്കുക, തസ്ബീഹിനെ ചോദിക്കുക. അല്ലെങ്കിൽ ഈ അർത്ഥത്തിലുള്ള മറ്റു വാക്കുകൾ. ഇത് നമുക്കൊന്നും പരിചയമില്ലായിരുന്നു. ആളുകൾ പഠിച്ചു വന്നിട്ട് സമൂഹത്തിനെ ഓർമ്മപ്പെടുത്തി. ഇപ്പോൾ ആ യാസീനിന്റെ ഫാത്തിഹയുടെ ഒക്കെ സ്ഥാനത്ത് തസ്ബീഹിന് വേണ്ടി ജനങ്ങൾ മത്സരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെ ഈ തക്ബീർ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാനിങ്ങോട്ട് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെ ഹയാത്ത് പ്ലാസയുടെ റാമിസിന്റെ ബിൽഡിങ്ങില് ദുൽഹജ്ജ് 1 മുതൽ അവിടെ ഒരു CD പ്ലേ ചെയ്യാണ്. എന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന ആ തക്ബീറിന്റെ ശബ്ദം വളരെ പതുങ്ങിയ
ശബ്ദത്തിലുള്ള തക്ബീറിന്റെ ആ ശബ്ദം അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താ, ഇത് കേൾക്കുന്നവന്റെ മനസ്സിൽ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകും. പെരുന്നാളിന്റെ ദിവസങ്ങളാണ്, ഇത് ഓർമ്മയുണ്ടാകണം. ഇതെന്തിനു വേണ്ടി? അത് കേട്ടിട്ട് നമ്മൾ കൂട്ടത്തോടുകൂടി ചെല്ലാനല്ല, നമ്മളെ ഓർമ്മപ്പെടുത്തലാണ്. ഇതുപോലെ ആയിരിക്കണം നമ്മൾ എവിടത്തെങ്കിലും കടന്നു ചെല്ലുമ്പോൾ ആ കൂട്ടത്തിലും അങ്ങാടികളിലും പള്ളികളിലും. അത് കൂട്ടത്തോടുകൂടി ഒരു ശബ്ദം ഉണ്ടാകുക എന്ന അർത്ഥത്തിലല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷേഖ് അബ്ദുൽ കരീം അൽ ഹുമൈറിനോട് ഒരു ചോദ്യം ചോദിച്ചത് ഇന്നത്തെ പത്രത്തിൽ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അലിയോം പത്രത്തില് ഈ കൂട്ടത്തോടുകൂടി തക്ബീർ ചെല്ലുന്നതിന്റെ ഹുക്കുമ എന്താണ് എന്ന് ഷേഖിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, തക്ബീറുൽ ജമാഇ എന്ന് പറയുന്നത് ഫഖദ് സറഹ ജംഉൻ മിൻ അഹ്ലിൽ ഇൽം ബിഅന്നഹു ബിദ്അ. അഹ്ലുൽ ഇൽമിന്റെ അഭിപ്രായം അനുസരിച്ച് കൂട്ടത്തോടുകൂടി ഇങ്ങനെ തക്ബീർ ചെല്ലുക എന്നുള്ളത് അത് ബിദ്അത്താണ്. മാത്രമല്ല, എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്, ഇപ്പൊ നീ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ ഇരുന്നിട്ട്, ഷേഖ് പറഞ്ഞ ആ വാക്കുകൾ ഞാൻ പരിഭാഷപ്പെടുത്തുകയാണ്. പള്ളിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ഇരുന്നിട്ട് സൂറത്തുൽ കഹ്ഫ് ഓതുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ മുസാഫ് നോക്കി ഓതുമ്പോൾ എന്താ നമ്മൾ അവിടെ കേൾക്കുന്നത്? ഒരു മൂളലോടുകൂടി അങ്ങനെ വണ്ട് മുരളുന്നത് പോലെ ഒരു ചെറിയ ഒരു മൂളൽ ശബ്ദം. അതിന്റെ അർത്ഥം എല്ലാവരും അങ്ങനെ കൂട്ടത്തോടു കൂടി അൽ കഹ്ഫ് ഓതി എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, എല്ലാവരും സ്വന്തമായി ഓതുകയാണ്. അവരുടെ നെഫ്സിനെ കേൾപ്പിക്കുന്ന നിലയിൽ അവര് അങ്ങനെ ഓതി വരുമ്പോൾ ഒരു ശബ്ദം ഉയരുന്നു. അത് സ്വാഭാവികമായ ശബ്ദമാണ്. പക്ഷെ അത് കൂട്ടത്തോടു കൂടിയുള്ള ഖിറാഅത്താണോ? ഒരിക്കലുമല്ല. എന്ന് പറയുന്നത് പോലെ പള്ളിയിൽ വരുന്ന ആളുകൾ, അതുപോലെ തന്നെ ഹജ്ജിന്റെ വേളയിൽ ഹജ്ജിന് വേണ്ടി പങ്കെടുക്കുന്ന ആളുകൾ തക്ബീറും അതുപോലെ തന്നെ തൽബിയത്തും ഒക്കെ ചെല്ലുമ്പോൾ, സ്വന്തമായി ചെല്ലുമ്പോൾ, ഓരോരുത്തരും അങ്ങനെ ചെല്ലുമ്പോൾ ശബ്ദം അല്പം ഉയരാം. അതൊരു സമൂഹത്തിലാകുമ്പോൾ അതൊരിക്കലും തക്ബീറുൽ ജമാഇ എന്ന് പറയുകയില്ല. തക്ബീറുൽ ജമാഇ എന്ന് പറഞ്ഞാൽ ഒരാള് തക്ബീർ ചൊല്ലിക്കൊടുത്തിട്ട് ബാക്കിയുള്ളവർ ഏറ്റു ചെല്ലുന്ന സ്വഭാവത്തിൽ, അത് പാടില്ല, അത് ബിദ്അത്താണ് എന്നാണ് ഷേഖ് അബ്ദുൽ കരീം അൽ ഹുമൈറിനോടുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ ചൊല്ലിക്കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് ഏറ്റു ചൊല്ലിക്കുക എന്നുള്ള ഒരു പരിപാടി ഇസ്ലാമിൽ ഇല്ല. മറിച്ച് നമ്മൾ ഓരോരുത്തരും ചൊല്ലുക എന്നുള്ളതാണ്. മാത്രമല്ല, തക്ബീറുമായി ബന്ധപ്പെട്ട് അതിന് വ്യത്യസ്ത രൂപം വന്നിട്ടുണ്ട്. 2 തക്ബീറോടുകൂടി, 3 തക്ബീറോടുകൂടി പല രീതിയിലും വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാവുന്നതാണ്. അതാണ് തക്ബീറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെയാണ് പെരുന്നാൾ ദിവസത്തിൽ ആശംസകൾ കൈമാറുക എന്നുള്ളതും. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തതായി ജുബൈർ ബിൻ നുഫൈർ എന്ന് പറയുന്ന സഹാബിയിൽ നിന്നും രേഖപ്പെടുത്തപ്പെടുന്ന ചില സംഭവങ്ങൾ കാണാനുണ്ട്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിവസത്തിൽ ആരെയെങ്കിലും കണ്ടുമുട്ടിയാൽ അവരോട് പറയുമായിരുന്നു, തുഖബ്ബില മിന്നാ വ മിൻക്, നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന്. ഇത് ഫത്ഹുൽ ബാരിയിലാണ് ഈ ഇബാറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെ പറയുന്നത്? തുഖബ്ബില മിന്നാ വ മിൻക്, അതായത് തഖബ്ബല അല്ലാഹു മിന്നാ വ മിൻക് എന്ന് പറയുന്ന അതേ വചനം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് തുഖബ്ബില മിന്നാ വ മിൻക്. ഈ വചനമാണ് ഫത്ഹുൽ ബാരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സലഫ് സാലിഹീങ്ങളിൽ നിന്നും തഖബ്ബല അല്ലാഹു മിന്നാ വ മിൻക് എന്ന വചനവും നിവേദനം ചെയ്യപ്പെട്ടതായി കാണുന്നു. അതുപോലെ തന്നെ സഹാബികളുടെ കാലഘട്ടത്തിലും ഈ തഹ്നിയത്ത് വ്യാപകമായിരുന്നു എന്ന് ഇമാം അഹമ്മദ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, ഈ തഹ്നിയത്ത് എന്ന് പറയുന്നത് പെരുന്നാളിന്റെ സന്ദർഭത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വിശേഷ സാഹചര്യത്തിൽ നമുക്കെന്തെങ്കിലും ഒരു സന്തോഷമുണ്ടാകുമ്പോൾ, ഒരാളിനൊരു കുട്ടി ജനിച്ചു, സന്തോഷത്തിന്റെ സാഹചര്യമാണ്, ആ സമയത്ത് നമുക്ക് ആശംസകൾ പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരാളിന് ജോലി കിട്ടി, ആശംസകൾ പറയാം, അവർക്ക് വേണ്ടി പ്രാർത്ഥന വചനത്തിലുള്ള വാക്കുകൾ പറയാം. ഒരു നല്ല സാഹചര്യം ഉണ്ടായി, ആശംസകൾ പറയാം. ഇസ്ലാമിൽ തന്നെ നിരവധി തെളിവുകളുണ്ട്. എന്താ? യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന
സഹാബിയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലെ വചനം അവതരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട വചനമുണ്ടായപ്പോൾ സഹാബികൾ വന്നിട്ട് അദ്ദേഹത്തിന് ആശംസകൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ തഹ്നിയത്തിന് പ്രാധാന്യമുള്ളതാണ്. മാത്രമല്ല ബന്ധങ്ങളുടെ സുദൃഢതയ്ക്ക് ഇത് ഏറ്റവും അനിവാര്യമാണ് എന്ന് പോലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെയാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് അത്തജ്മീൽ, അല്പം സൗന്ദര്യം സ്വീകരിക്കുക, അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് പെരുന്നാൾ ദിവസത്തിൽ പള്ളിയിലേക്ക് പോകുക, ഇത് മുസല്ലയിലേക്ക് പോവുക എന്നുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അങ്ങാടിയിൽ നിന്നും ഒരു ജുബ്ബ വാങ്ങി. അത് പട്ടിനാൽ ഉള്ള ഒരു ജുബ്ബയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ ജുബ്ബ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, ഇത് താങ്കൾക്ക് പെരുന്നാൾ ദിവസത്തിൽ ധരിക്കാം, അതുപോലെ തന്നെ ഉഫൂദുകൾ വരുന്ന സാഹചര്യത്തിലും ധരിക്കാം. വഫൂദുകൾ വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി സംഘമായി ആളുകൾ വരുമ്പോൾ നബി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്, ഏറ്റവും നല്ല നിലയിലുള്ള മുന്തിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ടായിരുന്നു യാത്രാ സംഘങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്നത്. കാരണം ഇസ്ലാമിന്റെ പ്രൗഢിയും ഇസ്ലാമിന്റെ ഇജ്ജത്തും അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു പ്രത്യേകത, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. ഏറ്റവും നല്ല വസ്ത്രം അണിഞ്ഞുകൊണ്ട് നല്ല പ്രൗഢിയോടുകൂടി ദൗത്യ സംഘങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്താ നബിയോട് പറഞ്ഞത്, നബിയെ, താങ്കൾക്ക് ഇത് പെരുന്നാൾ ദിവസം ധരിക്കാം, അല്ലെങ്കിൽ വിരുന്നുകാർ അതിഥികൾ വരുമ്പോൾ യാത്രാ സംഘങ്ങളെ സ്വീകരിക്കുന്ന സാഹചര്യത്തിലും ഇത് ധരിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പട്ടിനാലുള്ള വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൈമാറി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താ, ഇന്നമാ ഹാദിഹി ലിബാസു മൻ ലാ ഖലാഖ ലഹു, പരലോകത്ത് ഓഹരിയില്ലാത്തവന്റെ വസ്ത്രമാണിത് എന്ന് പറഞ്ഞാൽ പട്ടും സ്വർണവും ഈ ഉമ്മത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പെരുന്നാളാണ് എന്ന് കരുതിയിട്ട് ഒരു സ്വർണ്ണമോതിരം ധരിക്കാമെന്നുണ്ടോ? പെരുന്നാളാണ് എന്ന് കരുതിയിട്ട് ഒരു പട്ടിന്റെ വസ്ത്രം ധരിക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. ഇപ്പൊ നമ്മുടെ ചെറിയ കുട്ടികളാണെങ്കിലും പോലും അത് വലുതാണെങ്കിലും ശരി, ചെറുതാണെങ്കിലും ആണ് തന്നെയാണ്. സ്വർണ്ണാഭരണങ്ങൾ ധരിപ്പിക്കാൻ പാടില്ല. അത് പെരുന്നാളിനാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ശരി. സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തിരസ്കരിച്ചു. എന്താ, പരലോകത്ത് ഓഹരിയില്ലാത്തവന്റെ വസ്ത്രമാണിത് പട്ടിനെ സംബന്ധിച്ച് പറഞ്ഞത്. അപ്പോൾ പെരുന്നാളിനാണെങ്കിലും ശരി, മറ്റേതെങ്കിലും ആഘോഷത്തിലും വിശേഷ ദിവസത്തിലും, കല്യാണ ദിവസത്തിലൊക്കെ പുതിയാപ്പിളമാർ ഒരു സ്വർണ്ണമോതിരം ധരിച്ചില്ല എങ്കിൽ ഒരു ഗുമ്മില്ലെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സ്വർണ്ണമോതിരം ധരിച്ച അവസ്ഥയിൽ തന്നെയാണ് പണ്ഡിതന്മാര് പുരോഹിതന്മാര് നിക്കാഹ് നടത്തി കൊടുക്കുന്നത്. സ്വർണ്ണമോതിരം ഇങ്ങനെ കൈമാറുന്ന ആ സമയം നോക്കി അൽഫാത്തിഹ എന്ന് പറയുന്ന മോദിന്മാരുണ്ട്. ഇപ്പോഴും പല നാട്ടുകളിലും ആ അവസ്ഥ നിലനിൽക്കുകയാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നബി എന്താ പറഞ്ഞത്, പട്ടും സ്വർണവും രണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് നബി പറഞ്ഞു, ഇത് പരലോകത്ത് ഓഹരിയില്ലാത്തവന്റെ വസ്ത്രങ്ങളാണ്, അവരുടെ വിഭവങ്ങളാണിത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് പട്ടും സ്വർണവും ഹറാമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പെരുന്നാളിന്റെ ദിവസത്തിൽ ഒരിക്കൽ പോലും, പെരുന്നാളിന് പോലും ആണെങ്കിലും ഇത് ധരിക്കാൻ പാടില്ല. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്തിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് യാത്രാ സംഘങ്ങളെ സ്വീകരിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി റോമാ ചക്രവർത്തിയുടെ പ്രതിനിധി മദീനയിൽ വന്നു. ഉമറിന്റെ കൊട്ടാരം അന്വേഷിച്ച് അദ്ദേഹം ഇങ്ങനെ നടക്കുക. ഉമറിന്റെ കൊട്ടാരം പലരോട് ചോദിച്ചു. അങ്ങനെ അവസാനം അദ്ദേഹം കണ്ടെത്തി, എന്താ, ഒരു മരത്തിന്റെ തണലിൽ കിടന്നുകൊണ്ട്, ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇസ്ലാമിന്റെ ഖലീഫ വിശ്രമിക്കുന്നു. അവിടെ കിടക്കുന്നതിന്റെ അടയാളം പോലും ഇസ്ലാമിന്റെ ഖലീഫയുടെ ശരീരത്തുണ്ട്. വന്നയാൾ അത്ഭുതപ്പെട്ടു പോയി. എന്താ,
ഇസ്ലാമിന്റെ ലാളിത്യം കിസ്റ ചക്രവർത്തിയുടെ പ്രതിനിധിയെ ബോധ്യപ്പെടുത്തുക എന്ന ഒരു ചിന്ത കൂടി ആർക്കുണ്ടായിരുന്നു? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. കാരണം എന്താ? കിസ്റയും കൈസറും എന്ന് പറയുന്നത് ലോകത്തിലെ രണ്ട്, ഇന്നത്തെ കാലത്ത് ഇന്ന് നമ്മൾ പറയുന്ന പോലെ അമേരിക്ക ഏറ്റവും വലിയ ഭരണകൂടം, അല്ലെങ്കിൽ ബ്രിട്ടൻ, അല്ലെങ്കിൽ ജർമ്മനി, ഇതുപോലെയൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളാണ് കിസ്റയും കൈസറും. അപ്പൊ അവരെ ബോധ്യപ്പെടുത്തുക, നിങ്ങളുടെ ചക്രവർത്തിമാർ പൊന്നിന്റെയും വെള്ളിയുടെയും പാത്രങ്ങളിൽ ഉണ്ടും ഉറങ്ങിയും കഴിയുമ്പോൾ ഇസ്ലാമിന്റെ ഖലീഫ വളരെ ലളിതമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക, ആ പ്രതിനിധിയെ ബോധ്യപ്പെടുത്തുക എന്ന ഒരു ചിന്ത കൂടി ആർക്കുണ്ട്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുണ്ട്. വന്ന പ്രതിനിധി അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി രാജാവിനോട് ഈ വിശേഷം പറയുകയാണ്. മദീനയിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരം അന്വേഷിച്ച് നടന്ന അദ്ദേഹത്തിനുണ്ടായ അനുഭവം അദ്ദേഹം രാജസന്നിധിയിൽ പിന്നീട് വിശദീകരിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ജുമാ ദിവസത്തിലെ ഖുതുബയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ. ഖുതുബയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ജുമാ ദിവസത്തെ ഖുതുബയിൽ നിന്ന് വ്യത്യസ്തമാണ് പെരുന്നാൾ ദിവസത്തിന്റെ ഖുതുബ. ജുമാ ദിവസത്തെ ഖുതുബ കേൾക്കുക എന്നുള്ളത് എന്താണ്? അത് നിർബന്ധമായും കേൾക്കേണ്ടതാണ്. ജുമാ ദിവസത്തിന്റെ ഖുതുബ എന്ന് പറയുന്നത് കൃത്യമായി കേൾക്കുകയും അതിൽ നിന്നും ഗുണപാഠം ഉൾക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ പെരുന്നാൾ ദിവസത്തെ ഖുതുബയെ സംബന്ധിച്ച് അന്നഹുമാ സുന്നത്തുൻ ലാ യജിബു ഇസ്തിമാഉഹുമാ വലൽ ഇൻസാതു ലഹുമാ. നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടുന്ന ചില വിഷയങ്ങളാണ്. പെരുന്നാൾ ദിവസത്തെ ഖുതുബ വെള്ളിയാഴ്ചത്തെ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുന്നത് പോലെ കേൾക്കേണ്ടുന്നത് നിർബന്ധമല്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ പറയുമ്പോൾ ഒരു പുതിയ വിഷയമായിട്ട് നമുക്ക് തോന്നേണ്ട കാര്യമില്ല. പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. പെരുന്നാൾ ദിവസത്തെ ഖുതുബ ജുമാ ദിവസത്തെ ഖുതുബയ്ക്കുള്ളതുപോലെ ഒരു പ്രാധാന്യം, ആ ദർജ, ആ ഗ്രേഡിൽ വരുന്നില്ല. അതിന് ജുമാ ഖുതുബ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ സംസാരിക്കാതെ കേൾക്കണമെന്ന്. ഒരാൾ സംസാരിച്ചാൽ തന്നെ അയാളെ വിലക്കാൻ പാടില്ലാത്ത നിലയിൽ അത്രത്തോളം ഗൗരവമുള്ളതാണ്. ശബ്ദമുയർത്താനോ കല്ല് കളിക്കാനോ ഇടത്തും വലതും തിരിഞ്ഞു നോക്കാനോ പാടില്ലാത്തതാണ് ജുമാ ദിവസത്തെ ഖുതുബ. പക്ഷെ അത്രത്തോളം വലിയ തീവ്രത ഇല്ല എന്നാണ് പെരുന്നാൾ ദിവസത്തെ ഖുതുബയെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പെരുന്നാൾ നമസ്കരിച്ച അബ്ദുല്ലാഹ് ഇബ്നു സാഹിബ് എന്ന സഹാബി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊപ്പം ഞാൻ പെരുന്നാൾ നമസ്കരിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, ഇന്നാ നഖ്തുബു മൻ അറാദ അൻ യജ്ലിസ ലിൽ ഖുതുബ ഫൽയജ്ലിസ്. ഞാൻ പ്രസംഗിക്കാൻ പോവുകയാണ്, ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം. വമൻ അഹബ്ബ അൻ യദ്ഹബ ഫൽയദ്ഹബ്. പോകേണ്ടവർക്ക് പോകാം. അപ്പൊ ഇതൊരു പുതിയ കാര്യമല്ല, ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. പോകേണ്ടവർക്ക് പോകാം, ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി സഹാബി രേഖപ്പെടുത്തുന്നു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശദീകരണം നൽകുന്നു. എന്നിട്ട് അതിന്റെ ഇൻസാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പറയുന്നു, പെരുന്നാൾ ദിവസത്തെ ഖുതുബ ശ്രദ്ധിക്കാതെ അവിടെ മറ്റെന്തെങ്കിലും വിഷയത്തിൽ സംസാരിക്കുകയോ മറ്റെന്തെങ്കിലും പരിപാടികളിൽ ഏർപ്പെടുന്നതിന് അത് ശ്രദ്ധിക്കാതിരിക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല, അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് കേൾക്കണം, ശ്രദ്ധിക്കണം, ആ സമയത്ത് സംസാരങ്ങളും മറ്റു വിഷയങ്ങളിലും ഒന്നും ഏർപ്പെടാൻ പാടില്ല എന്ന വീക്ഷണക്കാരനാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന ഉന്നതനായ ഒരു പണ്ഡിതൻ, അദ്ദേഹവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു, അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് വുജൂബല്ല. ആ സമയത്ത് ഖുതുബ നടക്കുന്ന സമയത്ത് ഒരാളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പുസ്തകമോ മറ്റെന്തെങ്കിലും ഒരു ഗ്രന്ഥമോ ഉണ്ടായെങ്കിൽ അയാൾക്കത് വായിക്കുകയോ അതിലേക്ക് നോക്കിയിരിക്കുകയോ ചെയ്യാം. അത് അനുവദനീയമാണ്. പക്ഷേ ഒരിക്കലും മറ്റൊരാളിന് തശ്വീഷ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് അദ്ദേഹം തുടർന്ന് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കും.
ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജുമാ ഖുതുബയുടെ ഇടയിൽ നമുക്ക് ഇഷ്ടമുള്ള ചില പരിപാടികളിൽ ഏർപ്പെടാമെന്ന് ആരും മനസ്സിലാക്കാൻ പാടില്ല. അത് പാടില്ല, തശ്വീഷ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഇവരെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ജുമാ ഖുതുബ പോലെ തന്നെ അതിൻ്റെതായ ദർജയിൽ വരുന്ന ഒരു വിഷയമല്ല പെരുന്നാൾ ദിവസത്തെ ഖുതുബ എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. പിന്നെ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമുക്കെന്താ ഏറ്റവും പുണ്യകരമായ കർമ്മങ്ങൾ? പെരുന്നാൾ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയിൽ സൂര്യൻ ഉദിച്ചതിൽ വെച്ച് ഏറ്റവും പുണ്യകരമായ ദിവസങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. അപ്പോൾ ഈ പുണ്യകരമായ ദിവസത്തിലെ ഏറ്റവും വലിയ സൽക്കർമ്മം എന്ന് പറയുന്നത് ഹജ്ജിന് പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൽക്കർമ്മം. കാരണം എന്താ? ഈമാനോടുകൂടിയും ഇഹ്തിസാബോടും കൂടി പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഒന്നും ചെയ്യാതെ ഒരാളിനെ ഹജ്ജ് ചെയ്യാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ പുണ്യം. അവർക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ അറഫയുടെ ഈ 1 മുതൽ 10 വരെയുള്ള ദിവസത്തിൽ ഏറ്റവും പുണ്യകരമായ കാര്യമെന്ന് പറയുന്നത് ഹജ്ജിന് നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹജ്ജിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പലരും വിചാരിച്ചിരിക്കുന്നത്, നമ്മുടെ കൂട്ടത്തിലുള്ള പലരും ചിന്തിക്കുന്നത് ഹജ്ജ് എന്ന് പറയുന്നത് ചില പ്രത്യേക ആളുകളുമായി ബന്ധപ്പെട്ട, അത് ചില പ്രത്യേക ആളുകൾക്ക് മാത്രം എഴുതപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. എന്താ, മക്കളെയെല്ലാം കെട്ടിച്ച് അവർക്ക് കൊടുക്കാനുള്ള സ്ത്രീധനമെല്ലാം കൊടുത്ത് ഒഴിവാക്കിയതിനു ശേഷം നിർവഹിക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഇന്നും പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന പല ദുരന്തങ്ങൾ, പല അനാചാരങ്ങളുമാണ് മുസ്ലിം സമൂഹത്തിലെ ഹജ്ജിൽ നിന്നും പിന്നോട്ട് വലിച്ചത് എന്നതൊരു വസ്തുതയാണ്. നമ്മുടെയൊക്കെ ഉമ്മയും വാപ്പമാരും എന്തുകൊണ്ട് അവർക്ക് ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്നില്ല? യാതൊരു സംശയവുമില്ല. സ്ത്രീധനം എന്ന മഹാമാരി പെൺകുട്ടികളെ സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിച്ച് അയച്ച് ആ ബാധ്യത ഒഴിവാക്കിയതിന് ശേഷം ഹജ്ജ് ചെയ്യാമെന്ന തീരുമാനത്തിൽ കഴിയുന്നത് കൊണ്ടാണ് 65, 70, 75, 80 വയസ്സ് വരെയൊക്കെ പലർക്കും ഹജ്ജിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് ഹജ്ജ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായാൽ ഉടനെ തന്നെ ഹജ്ജ് ചെയ്യണം. കാരണം നാളെ എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല. എന്താ നാളെ ഒന്നുകിൽ, എന്നിട്ട് നബി തുടർന്ന് പറഞ്ഞു, നിനക്ക് സമ്പത്ത് ഇല്ലാതെയാകുന്ന അവസ്ഥ ഉണ്ടാകാം, രോഗം ബാധിക്കാം, മറ്റു പല നിലയിലുള്ള തടസ്സങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2-3 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. നാളെ ഈ അനുകൂല സാഹചര്യം പ്രതികൂലമായേക്കാം. അതുകൊണ്ട് സാഹചര്യം ഉണ്ടായാൽ ഹജ്ജിന്റെ വിഷയത്തിൽ നിങ്ങൾ തഅജീൽ നടത്തണം, വേഗം തന്നെ അത് നിർവഹിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഈ ഹജ്ജിന്റെ ദിവസങ്ങളിൽ ഏറ്റവും പുണ്യമായ കർമ്മം അറഫ ദിവസത്തെ നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഴ്ചയിൽ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും മുഹറത്തിലും അറഫയുടെ ദിവസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിക്കുമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വളരെ വ്യക്തമായ ഹദീസ്. ഏറ്റവും പുണ്യമായ നോമ്പ് അറഫയുടെ ദിവസത്തിൽ. അറഫയുടെ ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളിയാഴ്ച ദിവസം ഹജ്ജിന് പോകാത്ത ആളുകളെ സംബന്ധിച്ച് നമുക്ക് ഓരോരുത്തർക്കും സുന്നത്തായ കാര്യം അറഫ ദിവസത്തിലെ നോമ്പ്. എന്നാൽ ഹാജിമാരെ സംബന്ധിച്ച് അറഫ നോമ്പ് നിർബന്ധമില്ല, അവർക്ക് അറഫയിലെ നോമ്പില്ല. നമ്മൾ ഹജ്ജിന് പോകാത്ത ആളുകൾക്ക് ഏറ്റവും പുണ്യമായ കർമ്മമാണ് അറഫ നോമ്പ്. അതുപോലെ തന്നെയാണ് ഈ ദിവസങ്ങളിൽ ഏറ്റവും പുണ്യമായ കർമ്മമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഉളഹിയ്യത്തിന്റെ വിഷയം. ബലിമൃഗങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുക എന്ന സുപ്രധാനമായ സുന്നത്ത്. അത് ഹജ്ജിന് പോകുന്നവർക്കും ഉളഹിയ ചെയ്യാവുന്നതാണ്, ഹജ്ജിന് പോകാതെ നാട്ടിൽ നിൽക്കുന്നവർക്കും ഉളഹിയ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്നും ശാഫിഈ വീക്ഷണക്കാരായ ആളുകൾ ഇതിനെ ഒരു നിർബന്ധ അനുഷ്ഠാനമായി ഇന്നും മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഒരു വാജിബായി നിർബന്ധ അനുഷ്ഠാനമായി മനസ്സിലാക്കിയിട്ടുള്ളത് ഹനഫി കർമ്മശാസ്ത്ര സരണിയിലുള്ളവരാണ്. വടക്കേ ഇന്ത്യയിലും മദ്രാസിലും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയുടെ ഭാഗത്തൊക്കെയുള്ള ഹനഫി മദ്ഹബുകാര് വളരെ നിർബന്ധ അവസ്ഥയാണ്, നിർബന്ധപൂർവം ചെയ്യേണ്ടുന്ന ഒരു കർമ്മമായി ഉളഹിയ്യത്തിനെ മനസ്സിലാക്കുമ്പോൾ ശാഫിഈ കർമ്മശാസ്ത്ര സരണി അനുസരിച്ച് പോകുന്നവർ ഒരിക്കലും ഇതിനെ ഒരു നിർബന്ധ സാഹചര്യമായി മനസ്സിലാക്കാറില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സുപ്രധാന സുന്നത്തായി നമ്മളെ പഠിപ്പിച്ചു. എന്ത്? കഴിവുള്ളവർ ഒന്നുകിൽ ആട്, മാട്, ഒട്ടകം ആ സാഹചര്യത്തിന് അനുസരിച്ചിട്ട് ഒരു മൃഗത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ തിരഞ്ഞെടുക്കണം. മാത്രമല്ല ആ മൃഗത്തിന്റെ ആദ്യത്തെ തുള്ളി രക്തം ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ തന്നെ അള്ളാഹു അവന്റെ ഇഖ്ലാസിനെ, അവന്റെ തഖ്വയെ സ്വീകരിക്കുമെന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്താ? അള്ളാഹുവിന് നമ്മൾ അറുക്കുന്ന മൃഗത്തിന്റെ രോമമോ അതിന്റെ മാംസമോ അതിന്റെ എല്ലോ രക്തമോ ഒന്നുമല്ല ആവശ്യം. വലാകിൻ യനാലു തഖ്വ മിൻകും, നമ്മുടെ ഹൃദയത്തിൽ എന്താണോ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ആ ഉദ്ദേശശുദ്ധി അള്ളാഹു സ്വീകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ ഉളഹിയ ഉദ്ദേശിക്കുന്ന ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഉളഹിയ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന്റെ നഖവും മുടിയും നീക്കം ചെയ്യാൻ പാടില്ല. ഒരു കുടുംബനാഥനാണ് ഉളഹിയ അറുക്കുന്നതെങ്കിൽ, ഉളഹിയ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടി, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാനാണ് ഉളഹിയ തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ ആ ഉളഹിയ അറുക്കുന്ന സമയം വരെയും എന്റെ ശരീരത്തിൽ നിന്നും നഖവും മുടിയും ഞാൻ മനഃപൂർവ്വം നീക്കം ചെയ്യാൻ പാടില്ല. ഇനി എന്തെങ്കിലും നീക്കിയാലോ അതിന് പ്രത്യേകിച്ച് പ്രതിവിധികൾ ഒന്നും തന്നെയില്ല. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്ന് മാത്രം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉളഹിയ ഹജ്ജ് പോലെ തന്നെ വളരെ പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. എന്താ? ഹജ്ജിന് ഇഹ്റാമിനുള്ള ഹാജി ഒരു കാരണവശാലും തന്റെ ശരീരത്തിൽ നിന്നും നഖവും മുടിയും ഒന്നും നീക്കം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സുപ്രധാനമായ ഒരു കർമ്മമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ പഠിപ്പിച്ചത്. ഉളഹിയ ഉദ്ദേശിക്കുന്ന ആളുകൾ ആരാണോ അത് തീരുമാനിച്ചിരിക്കുന്നത് ആ ആളുകൾ നഖവും മുടിയും നീക്കം ചെയ്യാൻ പാടില്ല. എത്രത്തോളം? അത് നിർവഹിക്കുവോളം. നമുക്ക് നേരിട്ട് അത് നിർവഹിക്കാം, മറ്റൊരാളിനെ ഏൽപ്പിച്ചും ഉളഹിയ നിർവഹിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 മൃഗങ്ങളെ ബലി നൽകി. അതിന്റെ വിശേഷണം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. തടിച്ചു കൊഴുത്ത് നിരവധി മാംസം നിരവധി പേർക്ക് വിതരണം ചെയ്യാൻ പാകപ്പെട്ട 2 മൃഗങ്ങളെ. അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന നിലയിലുള്ള മൃഗങ്ങളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തത് എന്നാണ് ആ ഹദീസ് നമുക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന നിലയിലുള്ള, യാതൊരു കാരണവശാലും ന്യൂനതയുള്ളത്, ചൊറി പിടിച്ചത്, കൊമ്പൊടിഞ്ഞത്, കുളമ്പ് രോഗം ബാധിച്ചത്, എല്ലും തോലുമായത്, അങ്ങനെയുള്ളതിനെ ഒന്നും ഉളഹിയായ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഉളഹിയായുടെ മാംസം. അത് ഒന്നുകിൽ നമുക്ക് മുഴുവനായി ഹദിയ ചെയ്യാം. സാധുക്കൾക്ക് റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് സൂചന കാണാം. അർഹരായ ആളുകൾക്ക്, പട്ടിണി പാവങ്ങൾക്ക്, അതുപോലെ തന്നെ ഫഖീർ, മിസ്കീൻ ഈ ഗണത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഒന്നുകിൽ മുഴുവനായി നമുക്ക് ദാനം ചെയ്യാം, ഹദിയായി കൊടുക്കാം, സ്വതക്കയായി കൊടുക്കാം. പക്ഷേ ആ ഉളഹിയ നിർവഹിച്ചതിന്റെ അറുത്തതിന്റെ കൂലിയായി അതിൽ നിന്നുള്ള മാംസം പ്രതിഫലം കൊടുക്കാൻ പാടില്ല എന്ന ഒരു പ്രത്യേക വിഷയം ഇന്നത്തെ ഖുതുബയിൽ ജാരിയാത്തിന്റെ മസ്ജിദിൽ ഷെയ്ഖ് അബ്ദുൽ വാഹിദ് അൽ മസ്റൂർ ഇന്നത്തെ ഖുതുബയിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഉളഹിയയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ആ നാട്ടിൽ പെരുന്നാൾ നമസ്കാരത്തിന് നടക്കുന്ന സമയം, പെരുന്നാൾ നമസ്കാരം നടക്കുന്ന ആ സമയം കഴിഞ്ഞിട്ട് മാത്രമേ ഉളഹിയ അറുക്കാൻ പാടുള്ളൂ. ഒരു നാട്ടിൽ വ്യത്യസ്ത പള്ളികളിൽ വിവിധ സമയങ്ങളിലാണ് പെരുന്നാൾ നമസ്കാരം നടക്കുന്നത് എങ്കിൽ ഒന്നാമത്തെ പള്ളിയിൽ എപ്പോഴാണ് നമസ്കാരം നടന്നത് അത് കഴിഞ്ഞതിന് ശേഷം മുതൽ അറവ് നടക്കാം. ഷെയ്ഖ് പ്രത്യേകിച്ച് അബ്ദുൽ വാഹിദ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, ഏതോ ചില ഓഫീസുകളിൽ, ചില ജമിയത്തുൽ ഖൈരിയകളിൽ യാതൊരു വിവരവുമില്ലാത്ത ആളുകൾ, അദ്ദേഹം പ്രത്യേകിച്ച് ഉളുഹിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനക്കാരുടെ പേര് എടുത്തു പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അവരെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തി. അത്തരം ഓഫീസുകളിലേക്ക് കടന്നു ചെന്നപ്പോൾ സുബഹിക്ക് തന്നെ ആട്ടുമാടുകളെയൊക്കെ അറുത്ത് ചാക്കിലാക്കി ബോക്സിലാക്കി എങ്ങനെ വെച്ചിരിക്കുക, എടുത്തുകൊണ്ട് വെച്ചോളം. എന്താ ഇതെപ്പോൾ അറുത്തു, ആരറുത്തു, എങ്ങനെ അറുത്തു, എവിടെ അറുത്തു, യാതൊരു വിവരവുമില്ല, പെട്ടിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഷെയ്ഖ് അത്തരം ജഹാലത്തുകളെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് ബോധവാന്മാരായിരിക്കണം എന്ന വിഷയം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ടാണ് ആ വിഷയം ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഈ സെന്ററിൽ നിന്നും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് തന്നെയുള്ള ഉളഹിയ്യത്തും ഹജ്ജും അതുപോലെയുള്ള സൽക്കർമ്മങ്ങളും എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും ഇൻഷാ അല്ലാഹ്
അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അനുസരിച്ച് നടക്കുക തന്നെ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നല്ലതിനെയും കേട്ടതിൽ നിന്നും ഉത്തമമായതിനെ മാത്രം പിൻപറ്റുന്ന സത്യവിശ്വാസികളുടെ ഗണത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരീ സഹോദരന്മാർ, ആദർശ ബന്ധുക്കൾ, ഗുരുനാഥന്മാർ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ദഅവത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات اللهم يا قاضي الحاجات. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. صلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.